ഗൈസ്, വാട്സാപ്പിലോട്ടാർക്കും നസിൻ വരിൻ്റെ പുതിയൊരുടേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ലോക്കി ക്രാഫ്റ്റ് ബിൽഡിംഗ് ലെറ്റ്സ് പ്ലേ പാർട്ട് 3 ആണ് ഗൈസ്. അപ്പോൾ 2 നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണാം. എന്നിട്ട് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീപ് ഫ്ലൈറ്റ് വരെ എത്തിയായിരുന്നു, പക്ഷെ ഒരു ഡയമണ്ട് പോലും കിട്ടിയില്ല. ഇത്രയും മൈനസ് പോകണം. -1 എത്തി. -59 ആണ് ഡയമണ്ട് കിട്ടുന്ന ലൊക്കേഷൻ എന്നാണ് തോന്നുന്നത്. ആണെന്ന് തോന്നുന്നു. ബാക്കി ഭയങ്കര റെയറാണ്. മുകളിൽ എല്ലാം കാണുന്നു. ഇപ്പോൾ ഇനി കുറേ അപ്പം തന്നെ എൻ്റെ പിക്കാച്ചും പൊട്ടി. ഇനി പുതിയ തുടക്കത്തിൽ തന്നെ ഒരു പിക്കാച്ച് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അയൺ പിക്കാച്ചാണ് എടുക്കാൻ പോകുന്നത്. അയൺ പിക്കാച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഭയങ്കര സ്ലോ ആണ് മറ്റേത് വെച്ചിട്ട്. ഡീപ് സ്ലേറ്റ് എന്ന് പറഞ്ഞാലല്ലേ ഇതാണ് സ്റ്റോൺ പിക്കാച്ച്. എന്നിട്ട് ഇതാണ് അയൺ പിക്കാച്ച്. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡീപ് സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായൊരു ബ്ലോക്കാണ്. അപ്പോൾ എന്തെങ്കിലും വല്ല ഡയമണ്ടും കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ഓ, നമ്മൾ ഏതോ ഒരു കേവിൻ്റെ മുകളിലെത്തി. അയ്യോ, ഇറങ്ങണോ? ഒരു മിനിറ്റ്, ഇറങ്ങാനുള്ള ബ്ലോക്സ് എടുക്കട്ടെ. എടാ, ഇത് പണിയാവുമോ? ചേടാ, എനിക്ക് കേവിൽ പോകാൻ അത്ര ഇഷ്ടമില്ല. കാരണം അവിടെ ഇങ്ങനെ സോംബി മാമന്മാരുണ്ടാവും ചിലപ്പോൾ. എനിക്ക് ആ സോംബി മാമന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എടാ, അവിടെ ലാവ. യെസ് ബ്രോ, കമോൺ ലെറ്റ്സ് ഗോ ബ്രോ. ഒഴുകുന്ന ലാവയായിരുന്നു. എന്നെ പറ്റിച്ചല്ലേ വൃത്തികെട്ടവന്മാരി. ഒഴുകുന്ന ലാവ എന്ന് പറ്റിക്കുമ്പോഴായിട്ട്. ഇത് റെഡ് സ്റ്റോൺ അല്ലേ? എടാ, റെഡ് സ്റ്റോൺ. ഈ റെഡ് സ്റ്റോൺ കിട്ടി. ഡയമണ്ട് ഉണ്ടോ എവിടെയെങ്കിലും? എൻ്റെ മോനെ, റെഡ് സ്റ്റോൺ കിട്ടി. വേറെ എന്ത് വേണം? ഇനി എനിക്ക് വയറിംഗ് എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. എടാ, ഇത് വലിയൊരു ഇറമ്പത്തൊരു കേവാണെന്നല്ലോ. എടാ, ഇതെല്ലാം പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നു. എടാ, ഗോൾഡ് അല്ലേ അത്? ഗോൾഡും റെഡ് സ്റ്റോണും എല്ലാം ഉണ്ട്. പൊളിച്ചടേ. എടാ, ലാവ പൂള്. യെസ്, ഇവിടെ എവിടെയെങ്കിലും ഡയമണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എടുക്കാനൊരു മൂഡില്ല. ഞാനിപ്പോൾ ഗോൾഡ് എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പോകുന്നു. ഓ, പൊളിച്ച് നമ്മൾ. റെഡ് സ്റ്റോൺ അതാ നീല കളർ എത്തുന്നേ. അവിടെ വല്ല ഡയമണ്ടും ഉണ്ടോ? ഉണ്ടാവൂല. ഇതെന്താടേ? എന്തെല്ലോ ബഗ്ഗുകൾ. ഈ മൈനിങ് ക്രാഫ്റ്റിൻ്റെ ഓരോരോ ജനറേഷൻസേ അത് നമുക്ക് പോലും ഊഹിക്കാൻ പറ്റൂല. അവിടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ ഇതേപോലത്തെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. ഞാനിപ്പോൾ എൻ്റെ സ്ഥലത്തേക്ക് പോട്ടെ. അവിടെ എന്നാലും നമ്മൾ വലിയൊരു സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ. പിന്നെ എപ്പോഴേലും എക്സ്പ്ലോർ ചെയ്യാം. എന്നെ കൊണ്ടൊന്നും പോയി. ഇപ്പോൾ ഞാൻ മൈനിങ്ങിന് ഇറങ്ങാൻ വന്നതാണ്, അല്ലാതെ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ. എടാ, എനിക്ക് ഗ്രാവൽ വേണം. ഗ്രാവൽ എനിക്ക് എത്ര കിട്ടിയാലും വേണം. കാരണം നമ്മൾ കോൺക്രീറ്റ് വേണ്ടേ, അപ്പോൾ ഗ്രാവൽ നിർബന്ധമാണ്. അതുകൊണ്ട് കുറേ ഗ്രാവൽ എടുത്തേക്കാം. ഗ്രാവൽ
ഗ്രാവൽ കളക്ട് ചെയ്യുമ്പോൾ എന്തൊരു സുഖം. എടാ ഇനി ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോട്ടെ. എൻ്റെ സ്ഥലത്തേക്ക് പോട്ടെ. അത്യാവശ്യം കുറേ സാധനങ്ങൾ എനിക്ക് അവിടെ നിന്ന് തന്നെ എത്തി. ബെഡ്റോക്ക് എത്താനായി. എടാ ബെഡ്റോക്ക് എത്താനായി. -43 ഇത്ര 59 പറ്റല്ലേ ഡയമണ്ട് കിട്ടുന്ന ലെവല്. എനിക്ക് ഡയമണ്ട് ആവാണ്ട്. എടാ എനിക്ക് അയൺ പോലും അങ്ങനെ കിട്ടുന്നില്ല. ഇതിന് ആർക്കും വേണ്ടാത്ത കോപ്പർ പോലും എനിക്ക് ഇപ്പം കിട്ടുന്നില്ല. ബെഡ്റോക്ക് എത്തി. ഇനി ഇതിൻ്റെ താഴേക്ക് പോയാൽ ഡയമണ്ട് കിട്ടൂല. ഇവിടുന്ന് വല്ലതും മൈൻഡ് ചെയ്ത് നോക്കാം. അവിടെ ഇത്രയും മൈൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു ഡയമണ്ട് അതുപോലും തന്നില്ല. ഈ മൈൻക്രാഫ്റ്റിന് എനിക്ക് ഇഷ്ടമില്ല തോന്നുന്നു. അവിടെ ഇത്രയും നേരമായിട്ട് ഒരു ഡയമണ്ട് പോലും കിട്ടിയില്ല. ഇത്രയും നേരമായി എന്നിട്ട് ഒരു ഡയമണ്ട് പോലും കിട്ടിയില്ല. ഡയമണ്ട് കിട്ടിയില്ലെങ്കിൽ എന്താ റെഡ് സ്റ്റോൺ കിട്ടി. അവിടെ എനിക്ക് എന്തിനാണ് ഇങ്ങനെ നീല കളർ കാണിക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും ഡയമണ്ട് ഉണ്ടോ? വല്ല ഡയമണ്ടും ഉണ്ടോടി? ഞാൻ 2x2 ടണൽസ് ഉണ്ടാക്കേണ്ടി വരുമോ? 1x2 പകരം 2x2 ഉണ്ടാക്കേണ്ടി വരുമോ? പിക്കാച്ചും പൊട്ടി ബെസ്റ്റ് സമയത്ത്. ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ഇത് പൊട്ടണമായിരുന്നു. പിക്കാച്ച് ഉണ്ട്, വിഷമിക്കണ്ട. ഞാൻ വിഷമിക്കില്ല, കാരണം എൻ്റെ അടുത്ത് അയൺ പിക്കാച്ച് ഉണ്ട്. വല്ലതും കിട്ടിയാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അല്ലാതെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ പിക്കാച്ചെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ആയിട്ട് ഒരു ഡയമണ്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡയമണ്ടിന് വേണ്ടി ഇറങ്ങിയായിരുന്നു, ഒരു ഡയമണ്ട് പോലും കിട്ടിയില്ല. സങ്കടമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ വിഷമം. ഞാൻ -0 വരെ പോയി. 0 വരെ പോയി. 0 -0 അല്ല, മൈനസ് അല്ല, മറ്റേ പൊസിഷൻ 0-ൽ പോയിട്ട് എൻ്റെ സ്മോളിൽ പോയിട്ട് വരെ നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീണ്ടും ഇട്രാ. ഇറ്റ്സ് മീ നസ്മിനാറ്റി സൈനിങ് ഓഫ്.